നമസ്കാരം. സെൽഫിയിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2016 നവംബർ 8 രാത്രി 8 മണി. 8ന്റെ പണി എന്ന് പ്രതിപക്ഷവും ഇതര കക്ഷികളും ഭൂരിപക്ഷം വരുന്ന സാമ്പത്തിക വിദഗ്ധരും വിശേഷിപ്പിച്ച് 500ന്റെയും 1000ന്റെയും നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോടടുക്കുന്നു. സാധാരണക്കാരന്റെ ക്രയവിക്രയങ്ങൾക്കേറ്റ തിരിച്ചടിയും ATMകളിലും ബാങ്കുകളിലുമുള്ള പണത്തിന്റെ ദൗർലഭ്യവും നെട്ടോട്ടമോടുന്ന ജനങ്ങളുടെ പ്രശ്നവും ശമ്പളത്തെക്കുറിച്ചുള്ള സാധാരണക്കാരന്റെ ആശങ്കയും ഇതെല്ലാം ഇപ്പോഴും തുടരുകയാണ്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അസാധുവാക്കപ്പെട്ട ഒരു ജനതയുടെ ഉത്കണ്ഠയാണ് ഇന്ന് സെൽഫിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോട്ട് ദ പോയിന്റ്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അതിഥികളായി എത്തിയിട്ടുള്ളവർ പ്രൊഫസർ KN ഗംഗാധരൻ, സാമ്പത്തിക വിദഗ്ധൻ; A റഹീം, DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം; അഡ്വക്കേറ്റ് JR പത്മകുമാർ, BJP സ്റ്റേറ്റ് സ്പോക്സ് പേഴ്സൺ; തോന്നിക്കൽ രാമചന്ദ്രൻ, ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ നാഷണൽ സെക്രട്ടറി ജനറൽ; ശ്രീനാഥ് ഇന്ദുചൂടൻ, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, യൂണിയൻ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ; CK അബ്ദുൾ റഹ്മാൻ, ജനറൽ സെക്രട്ടറി, ഓൾ കേരള ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ്; ആനി സുശീൽ, സോഷ്യൽ ആക്ടിവിസ്റ്റ്. ഈ വിഷയത്തിൽ സാധാരണ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. കറൻസിയുടെ ഇഷ്യൂ ആണല്ലോ ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര ഇഷ്യൂ ആയിട്ട് നടക്കുമായിരുന്നു. ഞങ്ങളും അതിന്റെ ഭാഗമായിട്ട് കുറേ ക്യൂ നിന്ന് മടുത്തിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ബാങ്കിലും പോകുമ്പോഴും നീണ്ട നിരയാണ്. ഏറ്റവും ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ എത്തുമ്പോഴായിരിക്കും അവർ പറയുന്നത് ഇന്ന് കഴിഞ്ഞു, അവിടെ പ്രിന്റ് ചെയ്തിട്ട് വന്ന കറൻസി കഴിഞ്ഞു, ഇനി നാളെ ആവണമെന്ന് പറയും. വീണ്ടും ചെന്ന് ഒന്നേന്ന് ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. മക്കളെ, ഇതിപ്പോ 10-20 മീൻ നമ്മൾ കൊണ്ടുവന്ന് 5000 കച്ചവടം വിൽക്കുന്നില്ല. ആ മീന് കണ്ട വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടി നോക്കിയാലും ആൾക്കാർ വരണില്ല മീൻ മേടിക്കാൻ വേണ്ടി. ഈ 500ന്റെ നോട്ട് 1000ന്റെ നോട്ട് നമ്മൾ എടുക്കാത്തതുകൊണ്ട് അവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ പൈസ മാറാൻ കഴിവില്ലല്ലോ, ആരും മാറി എടുക്കണത്. അപ്പൊ ഈ ഉള്ളവർ 2000 രൂപ നോട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് ബാക്കി കൊടുക്കാനില്ല. കച്ചവടങ്ങൾ വളരെ മോശമാണ്. ഈ 2000 ഇറങ്ങിയ ശേഷം ബാക്കി കൊടുക്കാനില്ല. ഞാൻ ഇവിടെ വന്ന് ഈ കടയിൽ നിന്ന് ഓറഞ്ച് വാങ്ങിച്ചു, ഓറഞ്ച് ആപ്പിളും വാങ്ങിച്ചിട്ട് ഈ പൈസ മാറുന്നില്ല. അവരതിൽ ചില്ലറയില്ല. പിന്നെ ഞാൻ ഈ പൈസ എന്തിനു ചെയ്തു? ഞാൻ കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ വർക്ക് ചെയ്യുന്ന കണ്ടക്ടറാണ്. ഞാൻ ഈ ചില്ലറയിൽ വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ചും ചിലവർ 500 നോട്ടുകൾ തരുന്നുണ്ട്. അത് 100ൻ്റെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് വളരെ അത്യാവശ്യമായിട്ട് 500ൻ്റെ നോട്ടുകൾ വരികയും ഈ 2000ത്തിന് പോലും ചേഞ്ച് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്. അല്ലാതെ യാത്ര സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫീസ് അടയ്ക്കാനാണെങ്കിലും ഇപ്പം കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് വരുന്നത്. നമുക്ക് പത്മകുമാർ സാറിൽ നിന്ന് തന്നെ തുടങ്ങാം. സർ, ഈ നോട്ട് പിൻവലിക്കൽ എന്ന തീരുമാനം ബുദ്ധിപരമായ ഒരു തീരുമാനം തന്നെയാണോ? തീർച്ചയായിട്ടും വളരെ ക്ലെവർലി ഡിസൈൻഡ് ഒരു പ്ലാൻ തന്നെയാണ്. ഇന്ത്യയുടെ സമാന്തരമായിട്ടുള്ളൊരു സാമ്പത്തിക സംവിധാനത്തെ തകർത്ത് സാമ്പത്തിക രംഗം ശുദ്ധീകരിക്കണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ തയ്യാറെടുപ്പോടുകൂടി നടത്തിയ ഒരു നീക്കം തന്നെയാണ്. സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം, കള്ളപ്പണക്കാരെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്നാണ് പറയുന്നത്. ഇത് എത്രമാത്രം പ്രായോഗികമാണ്, അല്ലെങ്കിൽ എത്രമാത്രം ആളുകൾക്ക് ബുദ്ധിമുട്ട് എന്നുള്ളതല്ല, ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ തീരുമാനം? 70-ലധികം പേർ ഇതിനകം മരിച്ചു. ഒരു കള്ളപ്പണക്കാരൻ്റെ പേര് പറ, ഒരു കള്ളനോട്ടടിക്കാരൻ്റെ പേര് പറ. ഈ മരിച്ചതെല്ലാം സാധാരണക്കാരാണ്. ഒരു പൗരൻ ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക തിരികെ ചെന്ന് ചോദിക്കുമ്പോൾ തരില്ല എന്ന് പറയാൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ടോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ടോ പറയുന്നില്ല. പിന്നെ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു? പൗരൻ്റെ അവകാശമാണ്. രണ്ടാമതൊരു കാര്യം, കള്ളപ്പണം കുന്നുകൂടിയിരിക്കുന്നു, കള്ളനോട്ടുകൾ കുന്നുകൂടിയിരിക്കുന്നു, എസ്പെഷ്യലി കള്ളനോട്ടുകൾ കുന്നുകൂടിയിരിക്കുന്നു. ഞാനത് അണ്ടർലൈൻ ചെയ്യണം. ആ കാര്യത്തിൽ രാജ്യത്തിൻ്റെ ശത്രുക്കൾ അച്ചടിക്കുന്ന കള്ളനോട്ട് കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്തു. ഒരടി പോലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിൻവലിക്കില്ല എന്ന് നിവർത്തിയില്ല. അങ്ങനെ കള്ളനോട്ടുകൾ പെരുകിയിരിക്കുന്നു, രാജ്യസുരക്ഷയെ പോലും ഹനിക്കും വിധമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അടുത്ത വാചകത്തിൽ പറയേണ്ടിയിരുന്നത് ആ ഒരൊറ്റ കാരണത്താൽ അദ്ദേഹം രാജിവെച്ച് പോകുന്നുവെന്നാണ്. കാരണം എന്താ? അദ്ദേഹത്തെ എന്തിനാണ് ഇന്ത്യൻ ജനത അധികാരം ഏൽപ്പിച്ചത്?
ശത്രുരാജ്യത്തിന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി വരുമ്പോൾ അതിനെ തടയാൻ കഴിയുന്ന ഭരണ സംവിധാനം അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലേ? ഇന്ത്യൻ ഇൻ്റലിജൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലേ? ഇന്ത്യയുടെ കസ്റ്റംസ് സംവിധാനം അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ കാര്യക്ഷമതയോട് പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് രാജ്യത്ത് കള്ളനോട്ട് പെരുകുന്നത്. 99-2000 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കും അതിൻ്റെ ഇരട്ടിയിലധികം ഇപ്പോഴത്തെ കള്ളനോട്ടുകളുടെ എണ്ണം റിസർവ് ബാങ്കിൻ്റെ കണക്ക്. എങ്ങനെയാണിത് ഉയർന്നത്? ഇന്ത്യയിലാകെ സ്വകാര്യവൽക്കരണം ശക്തിപ്പെടുത്തി, കോൺഗ്രസും അതെ BJPയും അതെ. അതിൻ്റെ ഭാഗമായി രാജ്യത്ത് കറൻസി അച്ചടിച്ചുകൊണ്ടിരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രസിൽ മാത്രമായിരുന്നു. അത് സ്വകാര്യവൽക്കരിച്ചതേ. ഇന്ത്യൻ കറൻസി വിദേശ രാജ്യങ്ങളിൽ അച്ചടിക്കുന്നു, ഇന്ത്യക്കകത്തുള്ള സ്വകാര്യ പങ്കാളിത്തമുള്ള പ്രസിൽ അച്ചടിക്കുന്നു. എന്തേ അത് നിർത്താൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? ഈ തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയതിനു ശേഷമാണ് ഇന്ത്യയിൽ ഈ കള്ളനോട്ട് ഇത്രയധികം വ്യാപിച്ചത്. പത്മകുമാർ സാർ പറഞ്ഞു, വളരെ ക്ലവറായിട്ട് എടുത്ത ഒരു തീരുമാനമാണ് കേന്ദ്രം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ തീരുമാനം. റഹീം പറഞ്ഞു സാധാരണക്കാരെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച ഒരു തീരുമാനമായിരുന്നു. സാർ എങ്ങനെ കാണുന്നു ഈ പ്രതിസന്ധി? ഞാൻ ഈ തീരുമാനത്തെ ഒരു 2-3 ഘട്ടങ്ങളായിട്ട് ഭാവിക്കുകയാണ്. ഒന്ന്, ഈ തീരുമാനം പുറത്തു വന്നപ്പോൾ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ നല്ല കാര്യമാണല്ലോ, കള്ളപ്പണം പിടിക്കേണ്ടത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, അപ്പോൾ ഇത് തീർച്ചയായിട്ടും രാജ്യത്തിനും ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമാവും എന്ന് പ്രതീക്ഷിച്ചു. ഞാൻ തന്നെ ചില ചർച്ചകളിൽ പങ്കെടുത്തിട്ട് ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിയോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും പറഞ്ഞത് ഇത് ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് ഞാൻ പ്രകടിപ്പിക്കേണ്ടായി. അത് ഒന്നാമത്തെ ഘട്ടം. പക്ഷേ 8-ാം തീയതി പ്രഖ്യാപനം കഴിഞ്ഞ് പിന്നീട് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ജനങ്ങൾ ഇതുവരെ ഇല്ലാത്ത അത്ര ബുദ്ധിമുട്ടുകൾ, അവരുടെ കയ്യിൽ അവരുടെ പണം അവർ ബാങ്കിലിട്ടിരിക്കുന്നു, അവർക്ക് അവകാശപ്പെട്ട പണം അത് പിൻവലിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് അവരെ അങ്ങേയറ്റത്തെ അങ്കലാപ്പിലാക്കി. മീൻ വാങ്ങിച്ചതിന് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, പാല് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല, പത്രക്കാർ കൊടുക്കാൻ പറ്റുന്നില്ല, കൂലി കൊടുക്കാൻ പറ്റുന്നില്ല. അത് ജനങ്ങളുടെ ബുദ്ധിമുട്ട്. അത് 2ാമത്തെ ഘട്ടം. 3ാമത്തേത്, ഇപ്പോൾ ജനങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും അങ്കലാപ്പുകൾക്കും അപ്പുറം ഈ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കത്തക്ക രീതിയിലേക്ക് ഈ കാര്യം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നിർമ്മാണ വ്യവസായം, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അത് ഏറെക്കുറെ സ്തംഭനത്തിലാണ്, തൊഴിൽ മേഖല സ്തംഭനത്തിലാണ്, ഉൽപ്പാദന മേഖല തികച്ചും സ്തംഭനത്തിലാണ്. ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡാമേജ്, ഈ പരിക്ക്, അത് പരിഹരിക്കാൻ ദീർഘകാലം വേണ്ടി വരും. അപ്പോൾ ഉൽപ്പാദന വ്യവസ്ഥയെ, ഉൽപ്പാദന വിതരണ സംവിധാനത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കാത്ത കാര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായിട്ട് സ്ഥിതിയാണ്. പല പഠനങ്ങളും കാണിച്ചിട്ടുണ്ട് നമ്മുടെ ദേശീയ വരുമാനം, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി എന്നാണ്, ഏറ്റവും വേഗതയിൽ കുതിച്ചു ആടിക്കൊണ്ടിരിക്കുന്ന ഇക്കോണമി. ഇന്നിപ്പോൾ പറയേണ്ടി വന്നിരിക്കുന്നു ഇന്ത്യ സ്ലോവസ്റ്റ് മൂവിങ് ഇക്കോണമി എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ തന്നെ ഇന്നായിട്ട് പല പത്രങ്ങളിലും റേറ്റിംഗ് ഏജൻസീസ് ഉണ്ടല്ലോ, അവരുടെ പഠനപ്രകാരം ഇന്ത്യയുടെ ദേശീയ വരുമാനം 1% മുതൽ 2% വരെ കുറയുമെന്നാണ്. അങ്ങനെ കുറഞ്ഞാൽ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ, ദേശീയ വരുമാനം കുറഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് സമ്പാദ്യം ചുരുങ്ങുകയും, സമ്പാദ്യം ചുരുങ്ങിയാൽ അതിൻ്റെ ഫലമായി നിക്ഷേപം ചുരുങ്ങുകയും, നിക്ഷേപം ചുരുങ്ങിയാൽ തൊഴിൽ മേഖല സ്തംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഭാവിയിൽ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഞാൻ കാണുന്നത്. സാർ, സാധാരണ അതായത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് 500 രൂപ, 500-ന്റെ നോട്ടും 1000-ന്റെ നോട്ടും 30-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ നാളെ മുതൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സാധാരണക്കാരനൊക്കെ തോന്നി നല്ലൊരു തീരുമാനമാണ്, കള്ളപ്പണക്കാരെ പിടിക്കാനുള്ള ഒരു നല്ല തീരുമാനം പ്രധാനമന്ത്രിയുടെ എന്ന്. പക്ഷെ പിന്നീട് വന്ന ഓരോ ദിവസങ്ങളിൽ ഓരോ തീരുമാനം, 2500-ൽ കൂടുതൽ എടുക്കരുത്, ആദ്യം 4000 എന്ന് പറഞ്ഞു, പിന്നെ 2000. യഥാർത്ഥത്തിൽ ഈ 500-ഉം 1000-ഉം ബാൻ ചെയ്തതാണോ ആളുകളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി, അതോ ബാങ്കിൽ വന്ന് ചില നിയന്ത്രണങ്ങളാണോ പ്രതിസന്ധി? അത് മാത്രമല്ല, കാരണം എന്താ, ഇതിനകത്തുണ്ടായ ഡിമോണിറ്റൈസേഷനെ തുടർന്ന് സാമ്പത്തികമായ ഒരു അരക്ഷിതാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ പൊതുജനങ്ങളുടെ ഇടയിൽ വന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് പോയിരുന്നുകൂടാ. കാരണം നമ്മളൊക്കെ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ സർവാത്മന സ്വാഗതം ചെയ്തവരാണ്. ഇവിടുത്തെ പൊതുസമൂഹവും ജനങ്ങളും തൊഴിലാളി സംഘടനകളും ബഹുജന സംഘടനകളും ഒക്കെ തന്നെ. എന്താ, നമ്മൾ കള്ളപ്പണക്കാർക്കും കള്ളനോട്ടിനും എതിരെയുള്ള ധീരമായ നടപടി നമ്മൾ വിശേഷിപ്പിച്ചു. ഇവിടെ പറഞ്ഞ പോലെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതെന്താ,
യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ, യാതൊരു ചിന്തകളും ആസൂത്രണവും ഇല്ലാതെ, ജാഗ്രതയില്ലാതെ മുൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ പോലെ വിനാശകരമായ കെടുകാര്യസ്ഥത എന്ന പദം തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. യാഥാർത്ഥ്യം എന്താ നമുക്കറിയാമല്ലോ. ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് 16 ലക്ഷം കോടി രൂപയുടെ കറൻസി. അതിൽ 86%, 14.18% കറൻസി ഒറ്റ രാത്രി കൊണ്ട് അസാധുവാക്കപ്പെടുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ലഭ്യമാകുന്ന വെറും 2 ലക്ഷം കോടി രൂപയുടെ കറൻസിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് പണം ലഭ്യമല്ല. കറൻസിയിലൂടെ നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്നത് 70% കറൻസിയിലൂടെയാണ്. ഈ കറൻസി ലഭ്യമാകാത്ത ഒരവസ്ഥ വരുമ്പോൾ ജനങ്ങളാകെ വ്യാകുലരായി നെട്ടോട്ടം ഓടുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിൻ്റെ കാരണം എന്താ? അപ്പോൾ കൃത്യമായ ഒരു ആസൂത്രണം ഇല്ലാതെ ഈ പരിപാടിയിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പം അതിനുശേഷം വന്ന നടപടിക്രമങ്ങൾ നമുക്ക് ആലോചിച്ച് വളരെ വ്യക്തമാവും. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഒരു ഭരണഘടനാ സ്ഥാപനവും കേന്ദ്ര സർക്കാരും എത്ര ആശയക്കുഴപ്പത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാം. രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി നവംബർ 8 മണിക്ക് ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ ദേശീയ പതാകയെ സാക്ഷി നിർത്തിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിൻ്റെ വാഗ്ദാനങ്ങൾ പിന്നെ പാലിക്കപ്പെട്ടോ? ആ പ്രഖ്യാപനത്തിന് ശേഷം ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങി. ഗസറ്റ് നോട്ടിഫിക്കേഷൻ്റെ പകർപ്പ് നമ്മളൊക്കെ കണ്ടതാണ്. അതിനകത്ത് പറഞ്ഞത് എന്താ? ഡിസംബർ 30 വരെ 4000 രൂപ എക്സ്ചേഞ്ച് ചെയ്യാൻ അനുവദിക്കും. അതിനകത്തുണ്ടായിരുന്നതാണ്. എന്താ ഉണ്ടായത്? എല്ലാവരും കരുതിയിരുന്നു ഡിസംബർ 30 വരെ സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ സമയമെടുത്ത് തിരക്ക് കഴിയട്ടെ, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. നവംബർ 24 പൊടുന്നനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് വന്നു. എക്സ്ചേഞ്ച് അനുവദിക്കില്ല, ഇനി റിസർവ് ബാങ്കിൻ്റെ കൗണ്ടറിൽ മാത്രമേ പറ്റുള്ളൂ. ഉത്തരവ് കേരളത്തിലുള്ള ജനങ്ങൾ റിസർവ് ബാങ്കിൻ്റെ കൗണ്ടർ തേടി അവിടെ പോവും. 2000 രൂപ ATM-ലൂടെ വിഡ്രോ ചെയ്യുന്നത് 19-ന് റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. റിസർവ് ബാങ്കിൻ്റെ ഉത്തരവിലുണ്ടായിരുന്നു, ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അത് 4000 റിവ്യൂ ചെയ്യും. 19-ന് റിവ്യൂ ചെയ്തു, 2000 അതേപടി നിലനിർത്തുന്നു. അപ്പോൾ ഇവിടെയൊക്കെ സർവത്ര ആശയക്കുഴപ്പം നമ്മൾ വ്യക്തമാണ്. ഈ കൗണ്ടറുകളിലൊന്നും, ഈ ക്യൂ നിൽക്കുന്ന കൗണ്ടറുകളിലൊന്നും ഒരു കള്ളപ്പണക്കാരും നമ്മൾ കാണുന്നില്ല. അത് വളരെ വ്യക്തമല്ല. റഹീം പറഞ്ഞതും അത് തന്നെ. റഹീം, നമുക്കൊക്കെ നല്ല വ്യക്തമായിട്ടറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു സാമ്പത്തിക വിദഗ്ധൻ തന്നെയാണ് നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക്. അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനം കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഒരു വലിയ ക്രൈസിസ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ ഒരു വലിയ ക്രൈസിസ് ഉണ്ടാക്കും. ഇത് എങ്ങനെ കാണുന്നു? ഇവിടെ 2 പ്രശ്നമാണ്. ഇപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം അതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ചർച്ച അതിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ പത്മകുമാർ മറുപടി പറയുമെന്നും കരുതുന്നു. അദ്ദേഹം പറയുന്നു, നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞത് പൂർണ്ണമായും ക്യാഷ് രഹിത സമ്പദ് വ്യവസ്ഥയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? പ്ലാസ്റ്റിക് മണി, ഓൺലൈൻ ട്രാൻസാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതി, പണം വെച്ചാലും ക്രയവിക്രയം നടത്തണ്ട. ഇങ്ങനെ വന്നാൽ അതാരെ സഹായിക്കണം? അപ്പൊ തട്ടുകടക്കാരും പെട്ടിക്കടക്കാരും ഒക്കെ എന്ത് ചെയ്യും? വീട്ടിൽ ജോലി ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇത് ആരെ സഹായിക്കാൻ? ഞാൻ പ്രശ്നത്തിലേക്ക് നമുക്കറിയാലോ, ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് മാളുകളിലേക്ക് മലയാളി മാറി, അതും മാറുകയാണ്. ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ലോകമാണ്. ആമസോൺ പോലെ വൻകിട കുത്തകകൾ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഒരു കാര്യം നോക്ക്, ഇപ്പോൾ വിപണി തകർന്നു എന്ന് പറഞ്ഞില്ലേ, ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മണി ഉപയോഗിച്ച് ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെ വിപണിയിൽ സജീവമായി നിൽക്കുന്ന ഇത്തരം വൻകിട ശക്തികളുടെ റിട്ടേൺ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വളർന്നിട്ടുണ്ടാകും. ഒരു സംശയവും വേണ്ട. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നു? അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഈ പണരഹിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ നേരത്തെ ചോദിച്ചതുപോലെ തട്ടുകടക്കാർ, പെട്ടിക്കടക്കാർ, പരമ്പരാഗതമായി ക്രയവിക്രയം ചെയ്യുന്ന സാധാരണ ജനവിഭാഗം, സ്കാറ്റേഡായിരിക്കുന്ന ഇന്ത്യയിലെ അസംഘടിത ജനവിഭാഗം, അവരാണ് കൂടുതൽ. അവരെ ബാധിക്കും. ആർക്ക് വലിയ ഗുണം ചെയ്യും? അത് ഈ പറയുന്ന ഒരു പുതിയ ആൾക്കാർക്ക് ഗുണം ചെയ്യും. 2, ബാങ്കിങ് മേഖലയിലേക്ക് പോകാം. സഹകരണ മേഖല ഉൾപ്പെടെ, സഹകരണ മേഖലയുൾപ്പെടെയുള്ള ബാങ്കിങ് മേഖല തകരുമ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യും? അത് ഗുണം ചെയ്ത് ഞാൻ വേറൊന്നും വേണ്ട. ഈ കൈരളിയുടെ സ്റ്റുഡിയോയിൽ പുറത്തിറങ്ങിയിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, അനുകൂലിക്കുന്നവരുൾപ്പെടെ, SBTയുടെ ATM ഇപ്പോൾ, SBIയുടെ ATM ഇപ്പോൾ, അവിടെയൊക്കെ പൈസ ഇല്ല എങ്കിലും നിങ്ങൾക്ക് പണം കിട്ടും. ആക്സിസിൻ്റെ ബാങ്ക് ATM പോയാൽ, HDFCയുടെ ATM പോയാൽ കിട്ടും. ഞാൻ അനുഭവസ്ഥനാണ്. തിരുവനന്തപുരം നഗരത്തിലുടനീളം കറങ്ങി ചുറ്റി നടന്നിട്ട് ആക്സിസിൻ്റെ ATMൽ എനിക്ക് പണം കിട്ടി. ഇതാണ് യാഥാർത്ഥ്യം. ഒരുപാട് പേര് പറയുമ്പോൾ അതിനുള്ള സമയം തരിക. അദ്ദേഹം പറഞ്ഞ കാര്യം പ്രധാനമന്ത്രി രാജിവെക്കണം പറഞ്ഞു. ഇപ്പം ഞങ്ങൾ വന്നതിന് ശേഷം ഉണ്ടായ ക്രൈസിസ് അല്ല ഇത്. 1991 മൻമോഹൻ സിംഗ് അന്ന് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഈ ഒരു പുതിയ സംവിധാനം, ഭരണപരിഷ്കാര സാമ്പത്തിക ഉദാരവൽക്കരണം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി ക്രൈസിസിലാണ് എന്ന് പറഞ്ഞാൽ
91 അതുവരെ പിന്തുടർന്ന് വന്ന സാമ്പത്തിക നയം തെറ്റാണ്. നെഹ്റു ഉൾപ്പെടെയുള്ളവരെ സാമ്പത്തിക നയം തെറ്റാണ്. ആ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി സാമ്പത്തിക മേഖലയിൽ ഞാൻ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആ തുടങ്ങിയതിന് ശേഷം 5 വർഷക്കാലം UPA-യിൽ CPM ഉണ്ടായിരുന്നു, പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഇപ്പോൾ ഒരു ട്രെയിൻ പാളത്തിൽ, ഉദാഹരണം പറയാം, ട്രെയിൻ പാളത്തിൽ അപകടകരാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ ട്രെയിൻ പാളം കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് പാളം തിരിച്ചു വിടും. അത് മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ പറയുന്ന പ്രശ്നമുണ്ട്, സമ്മതിച്ചു. ഈ പ്രശ്നങ്ങൾ ഇന്നില്ല. ഞാനിപ്പോൾ റഹീമിനോട് വളരെ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ DCBയുടെ പല ബാങ്കുകളും അവിടെ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് സർപ്ലസ് എമൗണ്ട് അടച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് സർപ്ലസ് എമൗണ്ട് അടച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ പലരും പറഞ്ഞു ഇങ്ങനെ 24-ാം തീയതി നിർത്തും, അതൊക്കെ പറഞ്ഞത് ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു, ഒരു വ്യക്തതയില്ല. അദ്ദേഹം ആദ്യത്തെ ഓർഡർ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. 8-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇറക്കിയ ഓർഡറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡെയിലി ബേസിസ് ഇവാലുവേഷൻ ആൻഡ് ആപ്റ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും ഇത് മാനേജ് ചെയ്യും, മോണിറ്റർ ചെയ്യും, അതനുസരിച്ച് ചേഞ്ച് വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, കാണാതെ പോയതില്ല. അതുകൊണ്ടാണ് DCBക്ക് അനുവാദം കൊടുത്തല്ലോ, നിങ്ങൾ പൈസ എക്സ്ചേഞ്ച് ചെയ്യാൻ അനുവാദം കൊടുത്തല്ലോ. 2 ദിവസം നോക്കിയപ്പോൾ 2 ദിവസം അനുവാദം കൊടുത്തപ്പോൾ 3-ാമത്തെ ദിവസം റിസർവ് ബാങ്കിന് മനസ്സിലായി 2800 കോടി രൂപ കേരളത്തിലെ സഹകരണ DCB മാത്രം എക്സ്ചേഞ്ച് ചെയ്തു. ഇതവർക്ക് ശ്രദ്ധയപ്പെട്ടതുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ. നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ലൈഫാണ്. നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ പെട്ടെന്നൊക്കെ ആയിരിക്കില്ല വരുന്നത്, പ്രത്യേകിച്ച് സാധാരണക്കാരന്. ഇപ്പോൾ നമുക്കിപ്പോൾ ആശുപത്രി ആവശ്യങ്ങൾ, അതല്ല മറ്റു പല ആവശ്യങ്ങളും. എങ്ങനെയാണ് നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരനെ കുറിച്ചുകൂടി എത്ര പേർക്ക് നമുക്ക് ഇവിടെ കാർഡ് ഉപയോഗിക്കാൻ അറിയാം, അല്ലെങ്കിൽ എത്ര പേരുടെ കയ്യിൽ കാർഡുണ്ട്? സാർ, ഞാനൊന്ന് പറയട്ടെ. അദ്ദേഹം പറഞ്ഞ ക്യാഷ്ലെസ്, പ്രധാനമന്ത്രി പറഞ്ഞത് എൻ്റെ ലക്ഷ്യം അതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ലെസ് ക്യാഷ് എന്നുള്ള നിലയിലാണ്. പൈസ കുറച്ച് ഉള്ള ട്രാൻസാക്ഷൻ ആണ് ഉദ്ദേശം, അല്ല ക്യാഷ് ലെസ് ഒരു ദിവസം നടപ്പിലാക്കുക എന്നുള്ളതല്ല. ഇന്ന് ഏതോ ഒരു ചാനൽ, ഞാൻ രാവിലെ വാർത്ത കണ്ടതാണ്, ഈ നമ്മുടെ എറണാകുളത്ത് ഈ ഓടക്കുഴൽ വിൽക്കുന്ന ആൾ Paytm സംവിധാനമായിട്ട് നിൽക്കുന്ന കാര്യം. ഓടക്കുഴൽ വിൽക്കുന്നതിന് വേണ്ടി നമ്മളൊരു മാറ്റം വരുന്നതനുസരിച്ച് നമ്മളും മാറ്റം വരണം. ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം. ഇപ്പോൾ തോമസ് സാറ് സാമ്പത്തിക പ്രശ്നത്തിൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ അതുപോലെ DCBയുടെ അസോസിയേഷൻ്റെ ആളും പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, 14.5 ലക്ഷം കോടി രൂപയാണ് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട്. ഇതിനി പിൻവലിച്ച സമയത്ത്, അസാധുവാക്കിയ സമയത്ത് ഇനി എങ്ങനെ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയാലും എത്ര പ്രചരണം കൊടുത്താലും ഇത് നഷ്ടമാകുമെന്ന് പറഞ്ഞാലും ഒരു 9 ലക്ഷം 10 ലക്ഷം കോടി രൂപയിൽ കൂടുതൽ വരില്ല, തിരിച്ചു വരില്ല. അത് കഴിയുമ്പോൾ ഈ 4 ലക്ഷം കോടി ബാക്കി വരുന്നത് അസാധുവാണ്. ഈ ഡേറ്റ് കഴിയുമ്പോൾ അസാധുവാണ്. ആ അസാധുവായി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രഷർ അത്രയും കുറയും. ഇപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ 5.5 ലക്ഷം കോടിയാണ്. അപ്പം 4 ലക്ഷം കോടി രൂപയുടെ ഗവൺമെന്റിന്റെ ബാധ്യത കുറഞ്ഞാൽ വേണമെങ്കിൽ റിസർവ് ബാങ്കിനോട് പറയാം, പകരം അടിച്ചു തന്നാൽ ഒരു 4 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞത്തിന്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 4000 കോടിയാണ്. അതേപോലെ 1 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റ് ഇന്ത്യയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ നടത്താൻ കഴിയും. അടിച്ചു തരണോ വേണ്ടതെന്ന് പറയേണ്ടത് കാര്യം ഈ വികസിത രാജ്യങ്ങളിലെല്ലാം 4% GDP-യുടെ കറൻസിയുടെ പെർസെൻറ്റേജ് ആണെങ്കിൽ ഇവിടെ 12% ഉണ്ട്. ഞാൻ പറഞ്ഞത് നവംബർ 8 വരെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം 5524 കോടി രൂപ ഗവൺമെന്റ് കൊണ്ട് അടച്ചിട്ട് പിന്നിൽ അവർ ടാക്സ് അടച്ചിട്ട് പോയിട്ടുണ്ട്. 5524 കോടി രൂപ ഒരു ജില്ലയിൽ നിന്ന് അവർ വോളണ്ടറി ഡിക്ലെയർ ചെയ്തു, ഒളിച്ചു വയ്ക്കുകയല്ലേ ചെയ്ത്, ചെന്ന് ഡിക്ലെയർ ചെയ്തിട്ട് ടാക്സ് അടച്ചിട്ട് പോയിട്ടുണ്ട്. ഇന്ത്യയിലെ മൊത്തം ഡിക്ലെയർ ചെയ്തതിന്റെ 8% കേരളത്തിലെ 5 ജില്ലകളിൽ നിന്നാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇത് പാവപ്പെട്ടവനല്ല, ഇതൊരു സമാന്തര സംവിധാനമാണ്. പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞിട്ട് ഇതിൽ വിലപിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതെല്ലാം അറിയേണ്ടവർ നേരത്തെ അറിഞ്ഞിരുന്നല്ലോ. 8 മണിക്ക് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, അതിനു മുമ്പേ റെക്കോർഡ് ചെയ്തു ആ സാധനം. അപ്പോൾ ആരെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും? റിസർവ് ബാങ്കിൻ്റെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ്. അത് ഒഴിവാക്കാനാകാത്തൊരു മീറ്റിംഗ് ചേരണം. ഞാൻ കരുതുന്നു 21 പേര് ആ കൗൺസിലുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവർ മുഴുവൻ പേര് പറഞ്ഞിട്ടില്ലേ? ആരെല്ലാം അറിഞ്ഞിട്ടുണ്ട്? അറിഞ്ഞിട്ടുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന മൊബൈലിലെ ജിയോ. ഇദ്ദേഹം പറഞ്ഞെന്താ, ഡിജിറ്റൽ ലൈഫാണല്ലോ ഇദ്ദേഹത്തിൻ്റെ സ്വപ്നം, മോദിയുടെ സ്വപ്നം. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജിയോയുടെ ക്യാച്ച് വേർഡ് എന്താണെന്ന് നോക്ക്, ഡിജിറ്റൽ ലൈഫാണ്. ആ ജിയോയുടെ ക്യാച്ച് വേർഡാണ് അംബാനിയുടെ സ്വപ്നമാണ്, അംബാനിമാരുടെ സ്വപ്നമാണ്. ഇദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞ ഞാൻ പറയട്ടെ, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ജിയോ നോക്ക്, അവരുടെ ക്രയവിക്രയങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യണം. അപ്പോൾ എന്താ, ഡിജിറ്റലൈസ് ചെയ്യുന്ന മേഖലകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വൻകിട കോർപ്പറേറ്റുകൾക്ക് ഗുണം. അവരുടെ നികുതി 7000 കോടി എഴുത്തള്ളിയില്ലേ? അവസാനം വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകന്റെ കടബാധ്യത എത്രയെന്നറിയോ? 70,000 രൂപ.
സാർ വിജയ് മല്യയുടെ 7000 കോടി എഴുതി തള്ളി. ഇല്ല, അത് ഞാൻ പറഞ്ഞു. പറയാം, തീർച്ചയായിട്ടും സമയം തരാം. സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ഒരു ഇടപാടുകൾ നടത്തുന്ന ഒരു ജോലിയാണ് ഒരു ബാങ്ക് മാനേജർ എന്ന നിലയ്ക്ക്, അല്ലേ? ബാങ്കിൽ കാണുന്ന അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ? ഈ 8-ാം തീയതി മുതൽ, നവംബർ 8-ാം തീയതി മുതൽ ബാങ്കിൽ കണ്ട അവസ്ഥ എന്താണ്? സാധാരണക്കാരന്റെ അവസ്ഥ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു? അതെ, ഒരു ബ്രാഞ്ച് മാനേജർ എന്നുള്ള ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ടല്ലാതെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും ഇതിനകത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് ആദ്യമേ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂച്ചുവലങ്ങളാണല്ലോ എല്ലായിടത്തും. ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ എന്നുള്ള രീതിയിൽ ആ പൊസിഷനിൽ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്ത് പോയി ഇരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് മാനേജർ അസോസിയേഷന്റെ സെക്രട്ടറി ഏത് പ്രസ്ഥാനം അപ്പൊ അഭിപ്രായത്തിന് സൈഡ് ഉണ്ടാവും. അതല്ലാതെ നിഷ്പക്ഷൻ എന്ന് പറയണ്ട, ബാങ്ക് മാനേജർ എന്ന് പറയണ്ട, അസോസിയേഷന്റെ സെക്രട്ടറി പറയാമല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. അപ്പൊ ഇതിനകത്ത് നിഷ്പക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ സാധാരണ ഈ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഒരു ഇടതുപക്ഷ ചായമുണ്ടെന്നൊക്കെ പറഞ്ഞു വരുത്തി പല രീതികളിലും ഇത് ഞങ്ങളുടെ ഞാൻ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന സംഘടന ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ഒരു ട്രേഡ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്യാത്ത സ്വതന്ത്രമായ ഒരു സംഘടനയാണെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം തുടങ്ങട്ടെ. ഈ 8-ാം തീയതി ഈ പറയുന്ന ഡിമോണിറ്റൈസേഷൻ 500-ന്റെ 1000-ന്റെ നോട്ട് സ്ക്രാപ്പ് ചെയ്തതിന്റെ ലക്ഷ്യങ്ങളെയോ ഉദ്ദേശശുദ്ധിയോ ഒന്നും നമ്മൾ ഇവിടെ ചോദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെല്ലാത്തിനും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പല സ്വപ്നങ്ങളും ഉണ്ടാവാം. അതിലൊന്നും നമ്മൾ കടക്കുന്നില്ല. രാജ്യത്ത് വിനിമയത്തിലിരിക്കുന്ന 14 ലക്ഷം കോടി രൂപയുടെ നോട്ട് മാറ്റുക എന്നുള്ളതിനെ നമ്മുടെ ശരീരത്തിലൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തം ഊറ്റിക്കളഞ്ഞ് പുതിയ രക്തം നിറയ്ക്കണമെന്നുള്ളത് ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ രക്തം ഇവർ മാറ്റുകയാണ്, ശരീരത്തിൽ നിന്ന് മാറ്റുകയാണ്. 85% രക്തം മാറ്റിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി രക്തമെടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ രക്തമില്ല, 14% രക്തമുള്ളൂ. ബാക്കി 71% രക്തമില്ലാതെ ആ രോഗി മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ മരണത്തെ എങ്ങനെ തടുക്കാം എന്നുള്ളതാണ്. അതിൽ വളരെ സിമ്പിളാണ് കാൽക്കുലേഷൻ. ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. 85% വരുന്ന ക്രയവിക്രയം നടത്തിക്കൊണ്ടിരുന്ന 500-ന്റെ 1000-ന്റെ നോട്ട് പിൻവലിക്കുമ്പോൾ അതിന് തത്തുല്യമായ രീതിയിൽ അവർ നോട്ട് അടിച്ചിറക്കണം. ഇപ്പോ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന 2 പ്രസ്സുകൾ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലും, ഇപ്പം റഹീം പറഞ്ഞതുപോലെ തന്നെ 2 പ്രസ്സുകൾ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി കേന്ദ്ര സർക്കാരിന്റെ പ്രസ്സുകളുമാണ് ഇപ്പം നോട്ട് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 പ്രസ്സുകളിലുമുള്ള കമ്മട്ടങ്ങൾ 2 ഷിഫ്റ്റ് നിരന്തരം പണിയെടുത്ത് കഴിഞ്ഞാൽ ഇന്ന് അടിച്ചിറക്കാൻ പറ്റുന്ന നോട്ട് 1 വർഷം എടുക്കും. ഈ പറയുന്ന പിൻവലിച്ച ഇത്രയും കറൻസി അടിച്ചിറക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് 500-നും 1000-നും പകരം 2000-ന്റെ നോട്ട് ഇറക്കിയത്. വളരെ ബുദ്ധിപരമായ തീരുമാനമാണ്. 2000-ന്റെ നോട്ട് ഇറക്കിയാൽ ഉള്ള ഗുണം എന്താണ്? ഒരു 500 നിങ്ങൾ പിൻവലിച്ചു കഴിഞ്ഞാൽ, ഒരു 4 500 പിൻവലിച്ചു കഴിഞ്ഞാൽ അതിനും പകരം വെക്കാൻ ഒരു 2000 മതി. വളരെ ശരിയാണ്. പക്ഷേ 2000 നോട്ട് കൊടുത്തിട്ട് വിനിമയം നടത്താൻ പറ്റുന്നില്ല. 100-ന്റെ നോട്ട് വച്ച് ഈ പറയുന്ന 85% തിരിച്ചു വെക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും പ്രായോഗികമുള്ള കാര്യമല്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് 100-ന്റെ നോട്ട് കിട്ടാനില്ല. ശരിയാണ്, 100-ന്റെ നോട്ട്, ഒരു നോട്ട് അടിക്കാൻ ചിലവുണ്ട്. ഇത് മുഴുവനും 100-ന്റെ നോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കറൻസി ഇല്ല. അതൊരു വാസ്തവം തന്നെയാണ്, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഈ കറൻസി ഇല്ലാത്തത് കൊണ്ടാണ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ. അല്ലാതെ ഇതിനകത്ത് കള്ളപ്പണം തടയാനോ ഇതൊന്നും അല്ല, വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഇത് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പിൻവലിക്കാൻ കൊടുക്കാൻ കറൻസി ഇല്ല. 100 ഇല്ല, 2000 ഇല്ല. ചില ബാങ്കുകൾ ഇപ്പൊ 2 ബാങ്ക് പൂട്ടിച്ചു എന്ന് പറയുന്നു. ഇതിപ്പം തുടരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ ഡിസംബറിൽ ആദ്യം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാൻ പൈസ ഇല്ല. ബാങ്കുകളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ 24,000 രൂപ വിഡ്രോ ചെയ്യാന്ന് പറയുന്നു. ആ 24,000 രൂപ കൊടുക്കണ്ടേ? ഇപ്പോൾ ഈ പറയുന്ന ഡിജിറ്റൽ ലൈഫൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് കേരളത്തിൽ സാക്ഷരത വളരെ കൂടുതലാണ്, നമുക്ക് ഡിജിറ്റൽ ലൈഫിലേക്കൊക്കെ വരാം. പക്ഷെ അതിന് മുന്നൊരുക്കങ്ങൾ വേണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ എല്ലാവരും PTMലേക്കും POSകളിലേക്കും പോകണം, ഓൺലൈൻ ട്രാൻസാക്ഷനിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ മാനേജറാണ് പറയുന്നത്. നിങ്ങൾ LICയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? മേഡം പറഞ്ഞ കണക്ക് ഈ നവംബർ 8-ാം തീയതി ശരിക്കും 8-ന്റെ പണി കിട്ടിയത് LIC ഏജന്റുമാർക്കാണ്. അതായത് നമ്മൾ ഇപ്പോൾ LIC ഏജന്റുമാർ രാവിലെ 7-ാം തീയതി മുതൽ കളക്ട് ചെയ്യുന്ന പൈസ, അല്ലെങ്കിൽ 8-ാം തീയതി കളക്ട് ചെയ്യുന്ന പൈസ അടുത്ത നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലായിരിക്കും ഇത് LICയുടെ അക്കൗണ്ടിൽ അടയ്ക്കുന്നത്. LICയുടെ അക്കൗണ്ടിൽ അടച്ചാൽ LICയുടെ അക്കൗണ്ടിൽ നിന്ന് നേരെ ബാങ്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ 8-ാം തീയതി 8 മണിക്ക് ഈ തീരുമാനം വന്നപ്പോൾ പിറ്റേ ദിവസം 10 മണി മുതൽ LICയുടെ ഒരു കൗണ്ടറിലും 500-ന്റെയും 1000-ന്റെയും കറൻസി എടുത്തിട്ടില്ല. ഈ LICയുടെ പോളിസിനെ നമ്മൾ വളരെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഈ AML ആക്റ്റും അതുപോലെ തന്നെ KYC നോംസും ഒക്കെ ബാധകമാക്കിയിട്ടാണ് LIC പോളിസി ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമറെ പോലും പോളിസി അടയ്ക്കാനായിട്ട് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളൊന്നാണ് LIC ഓഫ് ഇന്ത്യയാണ്.
ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ കാമധേനു എന്നാണ് LIC അറിയപ്പെടുന്നതാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ കൊടുത്തത് 2500 കോടി രൂപയാണ് 5 കോടി മുതൽ മുടക്കിയ കേന്ദ്ര ഗവൺമെൻറ് ലാഭവിഹിതമായിട്ട് കൊടുത്തത്. എന്നിട്ട് പോലും ആ സ്ഥാപനത്തിന് പോലും റിന്യൂവൽ പ്രീമിയം അടയ്ക്കാനായിട്ട് ഗവൺമെൻറ് ഒരു ഇളവും കൊടുത്തില്ല എന്നുള്ളതാണ്. അതുപോലെ നേരത്തെ ഇവിടെ പറഞ്ഞ വിഷയങ്ങളിൽ ഈ നമ്മളിവിടെ നോക്കേണ്ടത് സാധാരണക്കാരാണ് മെയിനായിട്ട് നോക്കേണ്ടത്. സമ്പന്നന്മാരെന്ന് പറയുമ്പോൾ ഒരു 10%, ഇപ്പോൾ 120 കോടി ജനങ്ങളിൽ ഒരു 10% വരുള്ള സമ്പന്നന്മാരെന്നാണ്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം സാധാരണക്കാരാണ്. ഈ സാധാരണക്കാർക്കൊന്നും ഈ നോട്ട് പിൻവലിച്ചിട്ട് ഇപ്പം മോദിജി പറയുന്നത് ഈ കറൻസിയുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. കറൻസിയുടെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ അതിന് പകരം മറ്റ് സംവിധാനങ്ങൾ നമ്മളിവിടെ ഒരുക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ ഈ 120 കോടി ജനങ്ങൾക്കുള്ള ആകെയുള്ളത് 2 ലക്ഷം ATM മാത്രമേ ഉള്ളൂ. ഒരു ശരിക്കും പറയാൻ ഒരു 6000 പേർക്ക് ഒരു ATM എന്നുള്ള രീതിയിലാണ് നമുക്ക് ATM സംവിധാനം ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നോട്ട് കുറയ്ക്കുകയാണെങ്കിലും മറ്റ് നമ്മൾ കടയിൽ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വൈപ്പ് ചെയ്യാനായിട്ടുള്ള മെഷീനില്ല. എത്ര കടയിലുള്ള ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തോന്നിക്കലെന്നുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ സ്ഥലത്ത് പറയുമ്പോൾ അവിടെ അപൂർവം കടകളിൽ മാത്രമേ ഉള്ളൂ വലിയ ഷോപ്പുകൾ, ഇപ്പോൾ പെട്രോൾ പമ്പ് അങ്ങനെയുള്ള സ്ഥലത്തുള്ളൂ. അല്ലാതെയുള്ള ഒരു കടകളിലും ഇല്ല. അപ്പോൾ സാധാരണക്കാർ കൂടുതലും സാധനം വാങ്ങിക്കാൻ പോകുന്നത് അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളുടെ കടകളിലാണ്. ആ കടകളിലൊന്നും അതിനുള്ള സംവിധാനം ഇല്ല. അപ്പോൾ ആ സംവിധാനം ഒരുക്കിയതിന് ശേഷമായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഇപ്പോൾ ഈ കറൻസി പിൻവലിക്കുന്നതിനോടോ അല്ലെങ്കിൽ നമ്മുടെ വിധ്വംസവും പ്രവർത്തനം തടയുന്നതിനൊക്കെ ഗവൺമെൻറ് എടുക്കുന്ന നയങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ അതിനുള്ള സംവിധാനം ചെയ്തിട്ട് വേണമായിരുന്നു അത് പിൻവലിക്കേണ്ടതും. ഈ ക്യാഷ്ലെസ് എക്കോണമി യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക്, സാധാരണ സ്ത്രീകൾക്ക് എത്രമാത്രം പ്രായോഗികമായിരിക്കും? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പഴമക്കാർ പറഞ്ഞ ഒരുപാട് പ്രശ്നം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇന്ത്യയുടെ ഇക്കോണമി അല്ല ഒരു ഇന്ത്യൻ ഇക്കോണമിയും നമ്മുടെ ഈ ഒരു പഴഞ്ചൊല്ലുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടെന്ന് ഞങ്ങളിൽ ആരെങ്കിലും വിചാരിച്ചാൽ അതിൽ തെറ്റ് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണ സ്ത്രീകൾ, സാധാരണ വീട്ടമ്മമാർ, ഇപ്പം ഞാനിപ്പോൾ ഒരു സാധാരണ വീട്ടമ്മയെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ തന്നെങ്കിൽ ഈ ഒരു പലപ്പോഴും അവർ പൈസ സൂക്ഷിച്ചിരിക്കുന്നത് 1000ഉം 500ഉം ഇപ്പം ഭർത്താവ് കൊടുക്കുന്ന പൈസയാണെങ്കിൽ പോലും നമ്മൾക്കൊരു പെട്ടെന്നൊരു എമർജൻസി അത്യാവശ്യം വരുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസിൻ്റെ കാര്യം വരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഷോപ്പിംഗ് വരുന്നു, വീട്ടിലെ കാര്യമുണ്ട്, ഈ പത്രം, പാല്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വീട്ടമ്മയ്ക്കാണ് പ്രധാന ഉത്തരവാദിത്വം. ഇതൊന്നും ചെയ്യാൻ നമ്മുടെ കയ്യിൽ പണമില്ലെന്ന് വെച്ചാൽ ഇന്നലെ വരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ആയപ്പോൾ അത് വെറും ഒരു നോട്ടിൻ്റെ അല്ലെങ്കിൽ വെറും കടലാസിൻ്റെ വിലയായി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആർക്കത് സഹിക്കാൻ പറ്റുന്നത്? സാധാരണക്കാരെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കുമ്പോൾ ഒരു 10% അല്ലെങ്കിൽ ഒരു 15% ആളുകളായിരിക്കാം ഇതിനോട് യോജിക്കുന്നവർ. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് തന്നെയാണോ? പ്രത്യേകിച്ച് ഒരു പ്രധാനമന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടുണ്ടോ? ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും സൃഷ്ടിക്കാൻ ഇടയുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് നല്ല കണക്കുകൂട്ടൽ ആവശ്യമായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഈ നോട്ട് പിൻവലിച്ച കാര്യത്തിൽ ആ ഒരു ആസൂത്രണമോ മുൻകരുതലോ കെയറോ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങളിൽ ഒരെണ്ണം. ഇപ്പോൾ 8-ാം തീയതി പലരും പറയുന്ന അർദ്ധരാത്രി എന്ന് പറയാൻ കാരണം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് സൂചിപ്പിക്കാനാണ്. കാരണം ജൂൺ 25 അർദ്ധരാത്രി ആയിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. എന്തായാലും അത് പ്രഖ്യാപിക്കുമ്പോൾ അതിനു മുമ്പ് ഇതിനെക്കുറിച്ചുള്ള സൂചന ഇല്ലായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് ചില പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, പലർക്കും അറിയാമായിരുന്നു, അത് ചിലപ്പോൾ ഇദ്ദേഹം സമ്മതിക്കില്ലായിരിക്കും, പലർക്കും അറിയാമായിരുന്നു, അതിൻ്റേതായിട്ടുള്ള മുൻകരുതൽ എടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് ജനങ്ങളെ ആകെ ഷോക്ക് അടുപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കത്തക്ക എന്ത് അടിയന്തര സാഹചര്യമാണ് ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഒരു 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇതിനു മുമ്പും പല രാജ്യങ്ങളും ഈ കറൻസി നോട്ട് റദ്ദാക്കിയിട്ടുണ്ട്. കൊച്ചു രാജ്യങ്ങൾ, നൈജീരിയ റദ്ദാക്കിയിട്ടുണ്ട്, അതേപോലെ ഓസ്ട്രേലിയ റദ്ദാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കൊച്ചു രാജ്യങ്ങൾ. അതിൽ നൈജീരിയയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ആ നോട്ട് റദ്ദാക്കിയതിനെ തുടർന്ന് ഉയർന്നു വന്ന ജനപ്രതിരോധത്തിൽ അവിടുത്തെ ഗവൺമെൻറ് തന്നെ നിലംപൊത്തി. ഞാനൊരു പ്രെഡിക്റ്റ് ചെയ്യല്ല, പക്ഷേ അതൊരു അനുഭവം ഉണ്ട് എന്ന് ഏത് ഗവൺമെൻറ്റും കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം, ജനങ്ങളെ ഷോക്ക് അടുപ്പിക്കത്തക്ക ഒരു സാഹചര്യം വാസ്തവത്തിൽ ഇന്ത്യയിൽ നിലവിലില്ലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ എടുത്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു റീഡിങ് അതിൽ പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, കക്ഷി രാഷ്ട്രീയമല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജനങ്ങൾ എത്രത്തോളം ഇത് സഹിക്കും എന്നതിൻ്റെ ഒരു പരീക്ഷണമാണിത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ തെരുവിലിറങ്ങി
റയറ്റ് ഉണ്ടാകും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ജനങ്ങൾ എത്രത്തോളം സഹിക്കുമെന്നുള്ളതിൻ്റെ. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചാൽ ചില കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു താക്കീത് ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കാണുന്ന 1-2 കാര്യങ്ങളുണ്ട്. റിസർവ് ബാങ്ക് ഒരു ചർച്ച ചെയ്യാത്തൊരു കാര്യമാണല്ലോ. റിസർവ് ബാങ്ക് പൊതുവെ പറഞ്ഞാൽ സ്വതന്ത്ര സ്ഥാപനമാണ്. പൂർണ്ണമായ സ്വതന്ത്രമല്ല, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലും ഡയറക്ഷനിലും പ്രവർത്തിക്കുന്ന, എന്നാൽ ഓട്ടോണമി തീർച്ചയായിട്ടും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ ഓട്ടോണമിയെ തകർക്കത്തക്ക വിധത്തിലുള്ള 2 തീരുമാനങ്ങൾ അടുത്ത കാലത്ത് ഒന്നിന് പിറകെ മറ്റൊന്നായി കൈക്കൊള്ളുകയുണ്ടായി. അതിൻ്റെയൊക്കെ ലക്ഷ്യം ഇതെല്ലാം സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കണം. ഒരു കേന്ദ്രീകരണ പ്രവണത, പ്രത്യേകിച്ചും പാർലമെൻറ്റിലെ വോട്ടിൻ്റെ എണ്ണം മാത്രം പോരാ, സാമ്പത്തിക രംഗത്തെ മേധാവിത്വം കൂടി ഉറപ്പ് വരുത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് റിസർവ് ബാങ്കിൻ്റെ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പലിശ നിരക്ക് കൂട്ടാനും കുറയ്ക്കാനും. നമ്മളൊക്കെ പത്രത്തിലിടയ്ക്ക് വായിക്കാറുള്ളതാണ് റിപ്പോ നിരക്ക് കൂട്ടി കുറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യം. പലിശ നിരക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള അവകാശം റിസർവ് ബാങ്കിനാണ്. ഇന്നിപ്പോൾ ആ അവകാശം എടുത്തു കളഞ്ഞ് ഒരു 6 അംഗ സമിതിയെ നിശ്ചയിച്ചിരിക്കുന്നു. അതിൽ 3 അംഗങ്ങൾ സർക്കാരിൻ്റെ നോമിനീസാണ്. അപ്പോൾ അതിൽ പ്രിസൈഡ് ചെയ്യേണ്ടത് റിസർവ് ബാങ്ക് ഗവർണറാണ്. അപ്പോൾ അറിയാമല്ലോ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെ വരുമെന്ന്. അപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു കാര്യം. 2, റിസർവ് ബാങ്കിന് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. കടം സംബന്ധിച്ച്, വായ്പ സംബന്ധിച്ച്, എത്ര വായ്പയാകാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാൻ ഒരു പബ്ലിക് ഡെറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിനെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് ഒരു സെൽ, പബ്ലിക് ഡെറ്റ് സെൽ സർക്കാരിൻ്റെ കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നു. 2 കൊല്ലം കഴിയുമ്പോൾ അത് പൂർണ്ണ സ്വതന്ത്രമായിട്ടുള്ള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറും. ഇത് രണ്ടും ഏറെക്കുറെ സ്വതന്ത്ര സ്ഥാപനമെന്ന് നമ്മൾ കരുതി പോകുന്ന റിസർവ് ബാങ്കിന് അതിൻ്റെ എല്ലാം പറത്തു കളഞ്ഞ് ഒരു പുതിയ സ്ഥാപനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ലക്ഷ്യം കേന്ദ്രീകരണമാണെന്ന് ന്യായമായും വാദിക്കുന്നു, സംശയിക്കുന്നു. സാധാരണവർക്ക് ഒരുപാട് അഭിപ്രായം പറയാനുണ്ടാവും. പറയൂ. മിസ്റ്റർ പത്മകുമാർ പറഞ്ഞത് ട്രെയിൻ പാളം തെറ്റിക്കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക്. ഇവിടെ അങ്ങനെയല്ല. ട്രെയിൻ പാളം തെറ്റിയപ്പോൾ ഡ്രൈവർ ഇറങ്ങി ഓടി. എവിടെ? ജപ്പാനിൽ. നരേന്ദ്രമോദി അങ്ങനെയാണ് ചെയ്തത്. ഇവിടുന്ന് ഒരൊറ്റ ഓട്ടം ഓടി 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ചിട്ട് ഇദ്ദേഹം നേരെ ഓടിയത് ജപ്പാനിൽ. ഇവിടെ പാർലമെന്റിൽ ഫേസ് ചെയ്യൂല, ജനങ്ങളെ ഫേസ് ചെയ്യാൻ പുള്ളിക്ക് തൊട്ടപ്പുറത്ത് റൂമിലിരുന്നാലും ഇവിടെ ജനങ്ങളെ കാണൂല. കേരള നിയമസഭ ഐകകണ്ഠേന പാസ്സാക്കി. ഭരണപക്ഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ഐകകണ്ഠേന പാസ്സാക്കി. ഇതിനകത്ത് പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് അങ്ങയെ കാണണമെന്ന് പറഞ്ഞു. നിങ്ങളെ ധനകാര്യമന്ത്രി എന്ന് പറഞ്ഞ ചേട്ടത്തിയെ കാണിച്ചിട്ട് അനിയത്തെ കെട്ടിക്കുന്ന സംഭവമാണ് ഈ പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത്. ഇത്രയും മോശപ്പെട്ട അല്ല, എനിക്ക് പറയാനുണ്ട്. പിന്നെ 2.5 ലക്ഷം രൂപയെ സാധാരണക്കാർ പിൻവലിക്കാവൂ കല്യാണത്തിന്. 2.5. നരേന്ദ്രമോദിയുടെ ജനാർദ്ദന റെഡ്ഡി ബാംഗ്ലൂരിൽ 500 കോടിയാ കല്യാണത്തിന് ചെലവാക്കിയത്. അതിന് അദ്ദേഹത്തിന് മറുപടിയില്ലേ? ഇന്ന് സാധാരണക്കാരന് ഇവിടെ അധ്വാനിച്ചു കഴിഞ്ഞാൽ പണമുണ്ട്. വീട്ടു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ പോലും 3-4 വീടുകളിൽ അവർ ടൈം ഷെഡ്യൂളിൽ വെച്ച് പോയാൽ അവർക്ക് മാസം 10,000 രൂപ ഉണ്ടാക്കാം. അവരവരുടെ നിത്യനിദാന ചെലവ് കഴിഞ്ഞ് ബാങ്കിലിടും. അപ്പോൾ ഇവിടെ 86% 500-ഉം 1000-ന്റെയും നോട്ടുകളാണ്. 14% ബാക്കിയുള്ളത്. ഇത് വെച്ച് ക്രയവിക്രയം ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. 1969 ഇന്ദിരാഗാന്ധി ബാങ്ക് നാഷണലൈസ് ചെയ്തു. അന്ന് ശ്രീമാൻ AKG ആണ് സപ്പോർട്ട് ചെയ്തത്. യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. സാധാരണക്കാരന് അപ്രാപ്യമായിരുന്നത് പ്രാപ്യമായി എന്ന് മനസ്സിലാക്കണം മാഡം. അദ്ദേഹം പറഞ്ഞത് ഒന്ന്, ട്രെയിനും പാളം തെറ്റുമെന്നല്ല, പാളം തെറ്റാനൊരു സാധ്യത ഉണ്ടാകും, നമ്മൾ ബ്രേക്ക് ചെയ്യും. റിസ്ട്രിക്ഷൻ എല്ലാ ഗവൺമെന്റുകളും ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ട്രഷറി എത്ര തവണ കേരളത്തിൽ നിയന്ത്രണം ഉണ്ടാക്കിയിട്ടുണ്ട്? നമ്മൾ ട്രഷറി പൈസ എടുത്തുണ്ടല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ട്രഷറി പൈസ എടുത്തുണ്ടല്ലോ. ഇട്ട പൈസ ഓടിച്ചെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഗവൺമെന്റിന് പറ്റുന്നുണ്ടോ ട്രഷറി എടുക്കുന്ന പൈസ? ട്രഷറി നിയന്ത്രണം വരുമ്പോൾ കുടിവെള്ളം മുട്ടി പൈപ്പ് പൊട്ടേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞോട്ടെ റഹീമേ, നമ്മൾ ബ്ലോക്ക് ചെയ്യാറില്ലേ? കറണ്ട് കട്ട് എത്ര സമയം നമ്മൾ എഗ്രിമെന്റ് എന്താ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ഞങ്ങൾ 24 മണിക്കൂർ മുടങ്ങാതെ തരാമെന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ ഇരുട്ടത്തിരുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞ അപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ്. വിഷമം. ഞാൻ ഇന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ബാങ്കിൽ ക്യൂ നിൽക്കുന്ന ആൾ ഇന്ന് എൻ്റെ കൂടെ വാ,
പെൻഷൻ വാങ്ങാൻ ചെന്നിരിക്കുന്ന എത്രയോ കാലം മുമ്പ് ഒരു 10 മണിക്ക് പെൻഷൻ വാങ്ങാൻ ചെന്ന 4 മണി അതാ പെൻഷൻ വാങ്ങാതെ പോകുന്ന ആരെങ്കിലും ആളുടെ ക്യൂ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു റെവന്യൂ കുറേ അവസരമുണ്ട്. രണ്ടാമത് മെഡിക്കൽ കോളേജ് ചെന്ന് നോക്കുക, ഡോക്ടറെ കാണാൻ എത്ര സമയം ക്യൂ നിൽക്കുന്നു. അപ്പോൾ ഒരു വലിയൊരു പോളിസിയുടെ കാര്യത്തിൽ ഒരു നല്ലൊരു ഉദ്ദേശം വെച്ച് ചെയ്യുമ്പോൾ ഒരു ATM-ലോ അല്ലെങ്കിൽ ബാങ്കിലോ ചെന്നല്ലോ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയാം അല്ല അത് ശരി. ഇന്നലെ ഹർത്താൽ നടത്തിയപ്പോ ഒരു അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്തോണ്ട് പുളിക്കുന്നില്ല ഒരാൾ നീന്തിയപ്പോ ഇങ്ങനെ എത്താൻ പറ്റാതെ വെള്ളത്തിൽ മരിച്ചു. അല്ല ഞാൻ ഈ ചോദിച്ചതിന് മറുപടി പറയാം. നിങ്ങൾ ഹർത്താലാണ് ഏറ്റവും ഈ രാജ്യത്ത് ഒരു മറുപടി കൂടെ പറയാം. നിങ്ങൾ പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചു. 24-ാം തീയതി വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനെയും കണ്ടില്ല. ഔചിത്യം വേണം സംസ്ഥാന ഗവൺമെന്റിന്. ഇവിടെ സർവകക്ഷി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയും ഇവരൊക്കെ വലിയ തിരക്കുള്ള ആളാണ്, പ്രധാനമന്ത്രി ചെറിയൊരു ജോലി വഹിക്കുന്ന ആളാണ്, സമയമില്ല. ഇവിടെ നിന്ന് തീരുമാനം എടുക്കുമ്പോൾ എന്താ മാന്യമായിട്ട് ചെയ്യേണ്ടത്? അവർ പറയാനുള്ളത് ഞങ്ങൾക്ക് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് ഭരണകക്ഷത്തിന് ഉൾപ്പെടെ പ്രധാനമന്ത്രിയെ കാണണം, നിങ്ങൾക്ക് സമയമുള്ള ഒരു ദിവസം അല്ലെങ്കിൽ ടൈം ഫിക്സ് ചെയ്ത് തരണം എന്നാണ് പറഞ്ഞത്. 24-ാം തീയതി ഞങ്ങൾ അവിടെ വരും, നിങ്ങൾ താലവുമായി നിൽക്കണമെന്ന് പറഞ്ഞാൽ സമയം കിട്ടില്ല. അതാണ് നരേന്ദ്രമോദി പിണറായി വിജയൻ പറഞ്ഞല്ലോ. അല്ലല്ല അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ചോദിക്കണം ഗവൺമെന്റ് ചോദിക്കണം, ഞങ്ങളുടെ ജോലിയല്ല. പ്രധാനമന്ത്രിയെ കാണാൻ ഞങ്ങൾക്ക് സമയം വേണം എന്ന് പറയണം. സ്വാമിമാരെ മുസ്ലിയാര എന്നുള്ളതല്ല, അത് രാഷ്ട്രീയം, അത് വേറെ, അത് ആരെ കാണുന്നുള്ള. നിങ്ങൾ ഗവൺമെന്റ് എന്ന് ചെയ്യുന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ നേരത്തെ സമയം ചോദിക്കണം. ഇദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞാല് ഈ ക്യൂ നിൽക്കുന്നവരെല്ലാം ബുദ്ധിമുട്ടി നിൽക്കണ്ടേ? ഇതൊരു പഴയൊരു കാലഘട്ടത്തിന്റെ ഓർമ്മയാണ്. എന്തെന്നറിയോ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പലരും പറഞ്ഞു, പത്രക്കാർ പോലും പറഞ്ഞു, അല്പം ക്യൂ നിന്നാൻ കുഴപ്പം, കൃത്യസമയത്ത് ട്രെയിൻ ഓടുന്നു, എല്ലാവരും വരുന്നു, രാജ്യ താല്പര്യത്തിന് വേണ്ടി അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവരും അടിയന്തരാവസ്ഥയുടെ സേവകരായിരുന്ന മുഴുവൻ പേരും പറഞ്ഞത്. ഇവരും പറയുന്നത് ജനാധിപത്യ അവകാശങ്ങൾ എടുത്തിട്ട് ഇവർ അവരുടേതായ ചെരുപ്പിനനുസരിച്ച് കാലുമുറുക്കിയാണ്. ഇവിടെ ന്യായീകരണം പറയാണ്. ആൾ ക്യൂ നിൽക്കേണ്ടി വന്നപ്പോൾ ക്യൂ നിൽക്കുന്നതിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. എത്ര മനോഹരമായ ക്യൂ, ഇങ്ങനെയും ക്യൂ നിൽക്കണ്ടേ. ഒരു ട്രോള് ഞാൻ കണ്ടു, ഇങ്ങനെ ക്യൂ നിന്ന് ആൾക്കാർ പോകുമ്പോൾ പറയാണ്, മനസ്സിൽ സങ്കല്പിക്കുകയാണ്, കാർഗിൽ മലനിരകളിലേക്ക് തോക്കുമായി ഇങ്ങനെ പോവാണ്, ഒരാൾ മാറി അടുത്ത ആൾ പോകുന്നു, പട്ടാളക്കാരനായി സ്വയം വിചാരിക്കൂ എന്നെല്ലാം വർണ്ണിക്കാം സാർ. പക്ഷെ നിങ്ങൾ ഇത് എന്തിനു വേണ്ടി ചെയ്തു? അതിന്റെ ഔട്ട്പുട്ട് എന്ത്? അതുണ്ടാക്കുന്നത് ആഘാതമാണ്. ഗംഗാധരൻ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമ്പദ് വ്യവസ്ഥയെ തകർത്തു. അത് നിങ്ങളായി തകർത്തു. എങ്ങനെ തിരിച്ചു വരും? നിർമ്മാണ മേഖല തകർന്നു. സാർ പറഞ്ഞൊരു കാര്യം, ഇപ്പോ ഇന്നലെ ഒരു റേറ്റിംഗ് ഏജൻസി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ആദ്യമേ പറഞ്ഞു, ഇത് പ്രഖ്യാപിക്കാൻ തന്നെ പറഞ്ഞു ചെറിയൊരു ബ്രേക്ക് വരും, 6.7 വരും. അതേസമയം 2017-18 അവരെ പ്രൊജക്ഷൻ എന്താ സാർ? അവരെ പ്രൊജക്ഷൻ എന്താ? ഈ പറഞ്ഞ റേറ്റിംഗ് ഏജൻസിയുടെ പ്രൊജക്ഷൻ എന്താ? 2017-18 GDP 7.9% പോകുന്ന പറഞ്ഞിട്ടുള്ളത്. സ്വപ്നം കാണാൻ കഴിയുമോ ഇതുവരെയായിട്ട്? ഇന്ത്യയിൽ 5-ന് മുകളിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ പോലെ കർഷകർ എന്ന് പറഞ്ഞാൽ സാധാരണ ദരിദ്രവാസികളല്ല, അവരുടെ മക്കളും മറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന, നേരത്തെ നമ്മൾ സുഹൃത്ത് പറഞ്ഞ പോലെ വീട്ടു ജോലിക്ക് പോയാൽ പോലും ആ ഒരു സിഗര കയ്യിൽ 10,000 രൂപ ഒരു മാസം ശമ്പളം ഉണ്ടാവും. ഇതെല്ലാം കൊണ്ട് സമ്പാദിക്കുന്ന സഹകരണ ബാങ്കുകളാണ്. ഈ ഉണ്ടാകുന്ന സമ്പാദ്യത്തിനെ കൊണ്ട് ഇത് സർപ്ലസ് ഫണ്ടായി എന്ന് പറഞ്ഞത് ഇതിനകത്ത് സഹകരണ മേഖലയെ തകർക്കുക, ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. നിങ്ങളുടെ കതിരൂർ ബാങ്കിന്റെ അക്കൗണ്ടും ന്യൂ ജനറേഷൻ ബാങ്കിലാണ്. നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ കള്ളപ്പണം എത്ര പേര് ഒളിപ്പിച്ചിട്ടുണ്ട്? ഞാൻ പറയാം, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷനിലാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ക്രോസ് സെക്ഷൻ ഉണ്ടാക്കാം സാർ, എങ്ങനെ ഉണ്ടാക്കാം? തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കാം. സാറ് വാ, എന്റെ കൂടെ വാ, ഇത് ശരിയാണെന്ന് പറയുന്ന ഒരു 10-50 പേരെ ഒരുമിച്ച് ഞാൻ അങ്ങക്ക് കിട്ടിയ അവസരം കിട്ടിയല്ലോ, ആരും ഇടപെട്ടില്ലല്ലോ.
ഞങ്ങളുടെ ആരെങ്കിലും സംശയത്തിന് നിവാരണം ചെയ്യാൻ താങ്കൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയും? എന്താ വേണ്ടത്? അല്ല ഞാൻ ഇപ്പോൾ ഈ ഷോയുടെ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഒന്ന് അക്കമിട്ട് ഒന്ന് നമ്പർ 1 2 ചോദിക്കുക. ഞാൻ പറയാം. നിങ്ങൾ 7 പേര് സംസാരിച്ചതിന് ശേഷം എനിക്ക് ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ 1 2 3 ചോദ്യം ഞാൻ മറുപടി പറയാം. അതായത് ഒരു പക്ഷേ 500ഉം 1000ന്റെ നോട്ട് നിരോധിക്കൽ മാത്രമായിരുന്നുവെങ്കിൽ ഇത്രയേറെ പ്രതിഷേധം ഉണ്ടാകുമായിരുന്നു എന്ന് തോന്നുന്നു. ഇതിനകത്ത് 2 കാര്യങ്ങൾ ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. വസ്തുതയ്ക്ക് നിരക്കാത്ത 1-2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ബഹുമാനപ്പെട്ട പത്മകുമാർ സാർ പറഞ്ഞതിനകത്ത്. കാരണം നവംബർ 8 പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം വന്ന ഗസറ്റ് നോട്ടിഫിക്കേഷനാണത്. ആകെ ഇറക്കിയ ഗസറ്റ് വിജ്ഞാപനം ഇതേ ഉള്ളൂ. ഇതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ഡിസംബർ 30 വരെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അനുമതി കൊടുത്തുകൊണ്ട് ഇതിനകത്ത് വ്യക്തമായ പരാമർശനമുണ്ട്. ഈ 4000 രൂപ എക്സ്ചേഞ്ച് ചെയ്യാൻ അനുമതി കൊടുക്കുന്നു. രണ്ടാമത് 2000 റുപ്പീസ് ATM നിന്ന് വിഡ്രോ ചെയ്യാം. നവംബർ 19 റിവ്യൂ ചെയ്യും, 4000 ആയി റൈസ് ചെയ്യും. ഇത് രണ്ടും വളരെ വസ്തുതാപരമാണ്. രണ്ടാമതൊരു കാര്യം, ഇവിടെ ജില്ലാ സഹകരണ ബാങ്കുകളെ കുറിച്ച് പറഞ്ഞു. ജില്ലാ സഹകരണ ബാങ്കുകൾ ഈ 4 ദിവസം കളക്ട് ചെയ്തതല്ല ഈ 2800 കോടി. നവംബർ 8 പ്രഖ്യാപനം വരുമ്പോൾ ഈ ജില്ലാ സഹകരണ ബാങ്കുകളുടെ ക്യാഷ് ബാലൻസ് 800ഓളം ശാഖകളാണ്, 796 ശാഖകളാണ് കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കുകൾക്കുള്ളത്. അവിടുത്തെ ക്യാഷ് ബാലൻസ് തന്നെ 2000-ൽ പരം കോടി രൂപയുണ്ടായിരുന്നു. ബാക്കി കളക്ഷൻ വന്ന എമൗണ്ടാണിത്. ഇത് വലിയൊരു എമൗണ്ട് അല്ല. കാരണം SPT തന്നെ പറഞ്ഞു, SPTയുടെ ജനറൽ മാനേജറുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു, 24 അവേഴ്സിന് 1200 കോടി അവർ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു. SPTയും ജില്ലാ സഹകരണ ബാങ്കുകളും തമ്മിൽ 50 ബ്രാഞ്ചുകളുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാതെ പോകരുത്. ഇവിടെ ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖല സഹകരണ ബാങ്കിങ് മേഖലയാണ്. നമ്മുടെ കേരളത്തിലെ ജനവിശ്വാസവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയാണ് നമുക്കറിയാം. കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മൾ കണ്ടതല്ലേ, 47 ലക്ഷം ക്ഷേമ പെൻഷനുകളാണ് 3200 കോടി രൂപയുടെ 47 ലക്ഷം അഗതികൾക്ക്, വികലാംഗർക്ക്, അതുപോലെ തന്നെ ആലംബഹീനർക്ക് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തൊരു മേഖല. ആ മേഖലയെ ഞെക്കിക്കൊല്ലാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജില്ലാ സഹകരണ ബാങ്കുകളുടെ കൃത്യമായ ബാങ്കിങ് ലൈസൻസോടുകൂടി, റിസർവ് ബാങ്കിന്റെ ലൈസൻസ് ഉണ്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം എല്ലാ നിയമങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ. മറുപടി പറയട്ടെ, ഈ ബാങ്കുകളെ കേരളത്തിലെ 14 ജില്ലാ ബാങ്ക്, ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, കേരളത്തിലെ 14 ജില്ലാ ബാങ്കുകൾ മുഴുവൻ ഇന്ത്യ രാജ്യത്ത് തന്നെ, കേരളത്തിന്റെ പ്രത്യേകം എടുക്കാം, കേരളത്തിൽ സഹകരണ ബാങ്കിങ് മേഖലയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. ഇതെല്ലാം ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നു. RBIയുടെ എല്ലാ നോംസും പാലിക്കുന്നു. ഇൻകം ടാക്സ് നോംസ് പാലിക്കുന്നു. ഇൻകം ടാക്സോ RBIയോ ഒരു പരാതിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. റിസർവ് ബാങ്കിന്റെ റീജിയണൽ ഡയറക്ടർ പോലും ഞങ്ങളോട് പറഞ്ഞത് ഒരു പരാതിയും ഈ ജില്ലാ ബാങ്കുകളെ കുറിച്ച് ഇല്ല എന്നാണ്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ മാറ്റി നിർത്തപ്പെടുന്നു? വളരെ വ്യക്തമല്ലേ കാര്യം? ഞാൻ പറഞ്ഞത് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് ഇതൊരു ഡെയിലി ബേസ് ഇവാലുവേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് അതാണ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ചേഞ്ചുകൾ വരും. പിന്നെ ഇപ്പോഴും ഈ 24-ാം തീയതി നോട്ട് മാറാന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ വ്യവസ്ഥ നിലവിലുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാങ്കിൽ കൊണ്ടു ചെന്നാൽ അപ്പോഴും മാറ്റി തരുന്ന പരിപാടിയില്ല. നിങ്ങൾക്ക് അപ്പം തന്നെ ബാങ്ക് മാനേജരോട് പറഞ്ഞാൽ ഒരു 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങും, സ്മാൾ സേവിങ് അക്കൗണ്ട്, ഒരു ID പ്രൂഫ് വേണ്ട. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പൈസ വിഡ്രാ ചെയ്യാതിരുന്നു ഈ പറഞ്ഞ പൈസ കേട്ടോ. അപ്പൊ ചേഞ്ചിങ്ങിന് ഒരു ബുദ്ധിമുട്ടും ഇപ്പോഴും ഇല്ല. ഒരു വർഷത്തെ ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ എന്തുകൊണ്ട് ജില്ലാ ബാങ്കിനെ റെസ്ട്രിക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. പ്രൈമറി സഹകരണ സംഘങ്ങൾ ഒരു അക്കൗണ്ടാണ്. 50 ലക്ഷം രൂപ ഒരു പ്രൈമറി സഹകരണ സംഘം ഒരു ജില്ലാ സഹകരണ സംഘത്തിൽ കൊണ്ടുപോയാൽ 49 ലക്ഷം രൂപ ഒരാളിൻ്റെതാണ്, എന്റേതാണ്. ഒരു 10 പേരത് 1 ലക്ഷം രൂപ അവിടെ കൊണ്ടുവന്ന് ഒരൊറ്റ അക്കൗണ്ടിലാണ് അടയ്ക്കുന്നത്. ഈ 49 ലക്ഷത്തിന്റെ കണക്ക് അവർക്ക് റിസർവ് ബാങ്കിന് കിട്ടില്ല. കള്ളപ്പണം എന്നാൽ അതിന്റെ അർത്ഥം കള്ളനോട്ടമല്ല. കള്ളപ്പണം എന്ന് പറഞ്ഞാൽ നികുതി വെട്ടിച്ചോ നികുതി കാണിക്കാതെയോ നിക്ഷേപിച്ചിരിക്കുന്ന കൈവശം വെച്ചിരിക്കുന്ന പണത്തെയാണ് കള്ളപ്പണം എന്ന് പറയുന്നത്. അത് അവിടെ മാത്രമല്ല, എവിടെയെല്ലാം കാണും. ഞാൻ പറയുന്നത് ഈ സഹകരണ ബാങ്കിൽ കള്ളപ്പണം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കള്ളപ്പണം ഉണ്ടായിരിക്കാം. അത് പരിശോധിക്കാനുള്ള മെഷർമെന്റ്, അതിനുള്ളൊരു സംവിധാനം ഉണ്ടല്ലോ. പറയട്ടെ, അതിന്റെ എഫിഷ്യൻസിയാണ് ഉണ്ടാവുക. ഞാനൊന്ന് കാര്യം പറയട്ടെ സാർ. ഇപ്പോ ഗംഗാധരൻ സാർ സൂചിപ്പിച്ചല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓട്ടോണമി സംവിധാനത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾ നിയമനിർമ്മാണം നടത്തിയില്ലേ, അല്ലെങ്കിൽ പുതിയ ഇടപെടൽ നടത്തിയില്ലേ? അങ്ങനെ അതിൽ കഴിഞ്ഞ നിങ്ങൾക്ക് പറയട്ടെ സഹകരണ മേഖലയിൽ എന്തെങ്കിലും ശുദ്ധി പരിശോധന നടത്തണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം നടത്തിക്കോ. ഏത് നിയമം 2015 സഹകരണ മേഖലയിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുമായി ബന്ധപ്പെട്ട് എത്ര രൂപ വരെ കാണിക്കാമെന്ന് പറഞ്ഞൊരു വിധി വരുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിധി വരുന്നു. അതിനുശേഷം 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്ന് പറയുന്നത് സീലുണ്ടാക്കുന്നു. മുകളിലുള്ള നിക്ഷേപത്തിന്റെ റിട്ടേൺ കാണിക്കണം, കണക്കുകൾ കാണിക്കണം. അത് പ്രാഥമിക സഹകരണ ബാങ്കുകളാണ്. അതല്ല, ഞാൻ പ്രാഥമിക സഹകരണ ബാങ്കുകളാണ് പറയുന്നത്. ഇവർ അതിനെയാണ് പിടിക്കുന്നത്. പ്രാഥമിക സഹകരണ ബാങ്കുകൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നു മാത്രമല്ല, ഇദ്ദേഹം അതിന്റെ പ്രതിനിധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എറണാകുളത്ത് വെച്ച് ഒരുപക്ഷെ ഇദ്ദേഹം ഉൾപ്പെടെ ചേരുന്ന യോഗത്തിൽ
ഇൻകം ടാക്സിന്റെ അധികൃതർ അതിന്റെ ചീഫ് വന്നിട്ട് പറയുന്നു 1500 പരം കേരളത്തിലെ പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കുകൾ കണക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി അതിനേക്കാൾ കുറച്ച് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള അക്കൗണ്ടുകൾ ഞങ്ങൾക്ക് പരിശോധിക്കണം. നിങ്ങൾ നിയമം കൊണ്ടുപോവാ. 2006 ഒരു തീരുമാനമെടുത്തു. നരസിംഹറാവു പറഞ്ഞാൽ അവിടെ മൻമോഹൻ സിംഗ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്കിനോട് പറഞ്ഞു നിങ്ങൾ കള്ളപ്പണത്തിനെ കുറിച്ച് നടപടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞു. റിസർവ് ബാങ്ക് പറഞ്ഞത് ചെക്ക് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും ചെറിയൊരു ഫീസ് ലൈസൻസ് ഏർപ്പെടുത്തി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ സ്ഥിതി? ഇവിടെ നിന്ന് ഇവരെല്ലാരും കൂടി ചെന്ന് UDF-ഉം LDF-ഉം ഒരുമിച്ച് ചെന്ന് ചിദംബരത്ത് ഞാൻ പറഞ്ഞോട്ടെ ചിദംബരത്തിനെ ചെന്ന് കണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 7116 കോടി എഴുതി തള്ളിയ ഇവർ തന്നെ ഈ പാവപ്പെട്ട കുട്ടികള് ഇപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്ത് 847 കോടി രൂപ. അപ്പൊ അന്ന് മന്ത്രി മറുപടി പറഞ്ഞതെന്നറിയാം, അതങ്ങനെ പറ്റുള്ളൂ. അവരെ ആ പൈസ പിടിക്കുന്നതിന് വേണ്ടി റിലയൻസിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടുകയല്ലേ ചെയ്യുന്നത്.